ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അഗി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അഗിയുടെ വീഡിയോയിൽ വീഡിയോ ചെക്കവയെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിത് പഠിച്ചിട്ടുണ്ടെന്ന്. അതെ, ഞാൻ 2 വർഷം മുന്നേ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് കുറേ ആളതിൻ്റെ DMൽ വന്നിട്ട് അതിനെക്കുറിച്ച് പറയുമോ, ഡീറ്റെയിൽസ് പറയുമോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഓക്കെ, സോ ഞാൻ 2 വർഷം മുന്നേ DDU-JKYൻ്റെ കോഴ്സ് അമ്മ കുടുംബശ്രീയിലുണ്ട്. അപ്പം അതുവഴിയാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് അറിയുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോഴ്സാണ്. ഇത് 3 മാസമുള്ള കോഴ്സാണ്. എല്ലാം ഫ്രീ ആണ് ഗൈസ്. നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ നമുക്ക് എല്ലാം തരുന്നുണ്ട്. ഫുഡ് തരുന്നുണ്ട്, അക്കോമഡേഷൻ തരുന്നുണ്ട്, അങ്ങനെ ബാഗ്, യൂണിഫോം, എല്ലാം പുസ്തകവും എല്ലാം തരുന്നുണ്ട്. നല്ല അടിപൊളി വൈബാണ് ആ സമയത്ത് ഉണ്ടായത്. ഞാനത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സാം ഉണ്ട്. എക്സാം എഴുതിയിട്ട് പ്ലേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം സാറന്മാർ തന്നെ ആക്കിത്തരും. അപ്പോൾ ഞാൻ കുറേ കമ്പനീൻ്റെ എടുത്തിട്ടുണ്ടായിന്. മൂന്നാർ, വയനാട്, അങ്ങനെ കുറേ സ്ഥലത്തുള്ള കമ്പനീനെ ഞാൻ എടുത്തിട്ടുണ്ടായിന്. അതിൽ മൂന്നാറിലുള്ള ഒരു കമ്പനീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 5 സ്റ്റാർ ഹോട്ടലിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മിസ്സിനോട് പറഞ്ഞു എനിക്ക് ഇത് മതി. മൂന്നാർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഒരു എന്താണ് ആ സമയത്ത് ചാടിക്കറി ഞാൻ മൂന്നാർ പോകണം, നമുക്ക് വേറൊരു ജില്ലയിൽ വർക്ക് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ മൂന്നാർ ട്രെയിനായിട്ട് പോയി ഗൈസ്. പിന്നെ ഉണ്ടായത് എന്തെന്ന് ഞാൻ പറയാം. ഓക്കെ, ട്രെയിനായിട്ട് പോയി എനിക്കൊന്നും അറിയില്ല. ആദ്യമായിട്ട് ഞാൻ വർക്കിന് കയറുന്നത്, മീൻസ് ആ പ്രൊഫഷണലായിട്ട് കയറുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം എന്തെന്ന് ആക്കണ്ടേ ഒന്നും അറിയുന്നില്ല. ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് നിന്നു, പഠിച്ച് എല്ലാം സെറ്റാക്കി. 6 മാസം കഴിയുമ്പോഴത്തേക്ക് എന്നെന്താക്കി അവർ GRA എന്നാക്കി, ഗസ്റ്റ് റിലേഷൻ അസോസിയേറ്റ് ആയിട്ട് എനിക്ക് പ്രൊമോഷൻ തന്നു. പിന്നെ ഞാൻ സ്റ്റാഫായില്ലാടാ, ഞാൻ നല്ല പാകിൽ പണിയെടുത്തുകൊണ്ടുണ്ടായി. പിന്നെ അവിടുന്ന് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ മതിയാക്കിയിട്ട് ഇവിടെ പോയി, വയനാട്ടിൽ പോയി. വയനാട്ടിൽ GRE ആയിട്ട് പോയി, എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് പോയി. പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ വയനാട്ടിലും പണിയെടുത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹോട്ടൽ ഫീൽഡിലേക്ക് ജോബ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കോഴ്സ്. സോ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 4 ഫീൽഡിലേക്ക് പോകാൻ പറ്റും. ഒന്ന്, ഞാൻ പോയ ഫ്രണ്ട് ഓഫീസ് എല്ലാവർക്കും അറിയാം അല്ലേ. റിസപ്ഷൻ, നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവരെ വെൽക്കം ചെയ്യേണ്ടതും അവരുടെ ചെക്ക് ഇൻ ചെക്കൗട്ട് പ്രൊസീജിയറൊക്കെ നോക്കി അവർക്ക് ഏതാ റൂം അലൗട്ട് ചെയ്ത് അവരെ ഗൈഡ് ചെയ്യണം റൂമിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ രണ്ടാമത് വരുന്നത് സർവീസിലേക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫുഡ് സെർവ് ചെയ്യുന്ന, ഓർഡർ എടുക്കുന്ന, അതിലെല്ലാം പറ്റും സർവീസ് ഫീൽഡിലേക്ക്. മൂന്നാമത്തത് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കുക്ക് ചെയ്യാനെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതെ, ഷെഫ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ഇതാണ് പ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെയുള്ള ലാസ്റ്റ് 4ാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ്. അറിയാമല്ലോ, ഹോട്ടലിൽ റൂം ക്ലീനിങ്, അറേഞ്ച്മെൻറ്റ്, ബെഡും ഒക്കെ അറേഞ്ച് ചെയ്യേണ്ട ആ ഒരു ഇതല്ലേ, അതാണ് ഹൗസ് കീപ്പിംഗ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് കേട്ടാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.